കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് കോളേജ് കഴിഞ്ഞ് ആദ്യത്തെ ജോലിയുടെ ഭാഗമായിട്ട് മുംബൈയിൽ പോയി താമസിച്ചിരുന്ന കാലം. ആദ്യമായിട്ടാണെന്ന് കേരളത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. ഒരു വീക്കെൻഡിന് കൊളീഗ്സ് എല്ലാവരും ലോണാവ്ല ട്രെക്കിങ്ങിന് പോകാൻ പ്ലാൻ ഇടുമായിരുന്നു. ലെറ്റ്സ് ഗോ ട്രെക്കിംഗ് ഇൻ ലോണാവ്ല യാർ. ഒരു ദിവസം ലീവ് കിട്ടിയിട്ട് പോത്തുപോലെ കിടന്നുറങ്ങാൻ പ്ലാൻ ഇട്ട ഞാനുടനെ ഓക്കെ ബട്ട് ഐ വിൽ കം സംടൈംസ് ഓൺലി. അവരുടെ മുഖത്തെ കൺഫ്യൂഷൻ കണ്ട് ആദ്യമൊന്നും മനസ്സിലായില്ല. ഐ വിൽ കം സംടൈംസ് ഓൺലി യാർ. ഞാൻ ചിലപ്പോഴേ വരുള്ളൂ എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെങ്കിലും മലയാളത്തിൽ നിന്ന് നേരെ ഇംഗ്ലീഷിലാക്കിയപ്പോൾ സംഗതിയാകെ മാറിപ്പോയി. ചിലപ്പോ എന്നുള്ള വാക്കിനെ നേരെ സംടൈംസ് ആക്കിയപ്പോഴാണ് ഈ അക്കിടി പറ്റിയത്. ബേസിക്കലി ഞാൻ പറഞ്ഞു വന്നപ്പോ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വരും എന്നുള്ള അർത്ഥമായിപ്പോയി. അൺസർട്ടനിറ്റി കാണിക്കേണ്ട ഒരു വാക്കിന് പകരം ഞാൻ ഉപയോഗിച്ചത് ഒക്കേഷണലി, റിപ്പീറ്റഡ്ലി എന്നൊക്കെ അർത്ഥം വരുന്ന വാക്ക്. ശരിക്കും ഐ എം നോട്ട് ഷുവർ ഇഫ് ഐ കൻ മേക്ക് ഇറ്റ്, മേ ബി ഐ വിൽ കം, മേ ബി നോട്ട്, ഐ എം നോട്ട് ഷുവർ. ഇതൊക്കെയായിരുന്നു ഞാൻ ശരിക്കും പറയേണ്ടിയിരുന്നത്. ഇതേപോലെ നമ്മൾ മലയാളികൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ മിക്കപ്പോഴും വരുത്തുന്ന മിസ്റ്റേക്സ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. വെൽക്കം ടു ദി ചാനൽ നാടൻ ഇംഗ്ലീഷ്. നമ്പർ 2, ഓൺലി എന്ന വാക്കിന്റെ മിസ്യൂസ്. ഹി ഈസ് ലൈക്ക് ദാറ്റ് ഓൺലി, ഡു ലൈക്ക് ദാറ്റ് ഓൺലി, യു ഷുഡ് വെയർ ദിസ് ഓൺലി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് അവൻ അങ്ങനെ തന്നെയാ, അങ്ങനെ തന്നെ ചെയ്യ്, നീ ഈ ഡ്രസ്സ് തന്നെ ഇടണം എന്നൊക്കെ ആണെങ്കിലും ഈ തന്നെ എന്നുള്ളതിന് ഡയറക്ട്ലി ഓൺലി വെച്ച് റീപ്ലേസ് ചെയ്യുന്ന സമ്പ്രദായം ഇംഗ്ലീഷിൽ അത്ര ശരിയല്ല. ഇൻസ്റ്റെഡ് he is like that, do like that, you should wear this എന്നൊക്കെ പറയുന്നതാണ് ശരിയായിട്ടുള്ള രീതി. മലയാളത്തിലെ പോലെ എംഫസിസിന് വേണ്ടിയിട്ട് ഈ തന്നെ ഇടുന്നതിന് പകരം നമ്മുടെ സംസാരത്തിലെ ടോൺ വെച്ചിട്ടാണ് എംഫസിസ് കാണിക്കേണ്ടത് ഇംഗ്ലീഷിൽ. നമ്പർ 3, കണ്ടിന്യൂസ് ടെൻസിന്റെ ഉപയോഗം. നമ്മൾ മലയാളികൾക്ക് കണ്ടിന്യൂസ് ടെൻസിനോട് വല്ലാത്തൊരു ഇഷ്ടമാണ്. ഐ ആം ഹാവിങ് 2 brothers. എനിക്ക് 2 ഏട്ടന്മാരുണ്ട്. എനിക്ക് 3 ഏട്ടന്മാരുണ്ട്. I am having a headache. This is tasting good. I am believing you. മലയാള ഭാഷയിലെ സെന്റൻസ് സ്ട്രക്ചറുകളാണ് നമ്മളിവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഞാൻ കേൾക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ടെക്നിക്കലായി അറിയേണ്ട ആവശ്യമില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് പറയാം, ചില വേർബ്സിനെ സ്റ്റേറ്റീവ് വേർബ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഒരു ആക്ഷന് പകരം ഒരു സിറ്റുവേഷൻ, ഒരു ഫീലിംഗ്, അതിനെയൊക്കെയാണ് അവ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അവയുടെ കൂടെ ഈ ING ചേർക്കൽ പരിപാടി ഇംഗ്ലീഷിലില്ല. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഈ കേസുകളിൽ ഐ ഹാവ് 2 brothers, I have a headache, this tastes good, I believe you എന്നൊക്കെ പറയുന്നതാണ് ശരി. നമ്പർ 4, എല്ലാത്തിന്റെ അവസാനമുള്ള ഈ നോ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. യു ആർ കമ്മിങ് ടുമോറോ നോ, നീ നാളെ വരുമല്ലോ അല്ലേ. ബേസിക്കലി ഇവിടെ ഈ ലേ, അല്ലേ ഇതിനൊക്കെ പകരമാണ് നമ്മൾ നോ വെച്ച് റീപ്ലേസ് ചെയ്യുന്നത്. ഇതിന് പകരം നമുക്ക് പറയാം യു ആർ കമ്മിങ് ടുമോറോ റൈറ്റ്. അതേപോലെ നൈസ് മൂവി നോക്ക് പകരം നൈസ് മൂവി വാസന്റ് ഇറ്റ് എന്നൊക്കെ പറയുന്നതാണ് ശരിയായ രീതി. ഇനി വേറൊരു നോ കൂടിയുണ്ട്, എളിമ നിറഞ്ഞ നോ. യു സിറ്റ് ഹിയർ നോ, ടേക്ക് ദിസ് നോ, ഈറ്റ് നോ, ഇരിക്കൂന്നേ, ഇതെടുക്കൂന്നേ, കഴിക്കൂന്നേ. ഈ സോഫ്റ്റ്നെസ്, പൊലൈറ്റ്നെസ് ഒക്കെ കാണിക്കാനാണ് ഇവിടെ ഈ നോ. ഈ ഒരു സമ്പ്രദായം ഇംഗ്ലീഷിലില്ല. അതുകൊണ്ട് പൊലൈറ്റ്നെസ് കാണിക്കണമെങ്കിൽ അത് നിങ്ങളുടെ ടോണിലാണ് കാണിക്കേണ്ടത്. ടോണിൽ മാത്രമല്ല, പ്രവൃത്തിയിലും. നമ്പർ 5, ഇറ്റ് സീംസ്. He'll come it seems. She failed it seems. അവൻ വരുന്നു തോന്നുന്നു, അവള് തോറ്റു അത്രേ. ഇങ്ങനെയൊക്കെ പറയാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഈ ഇറ്റ് സീംസിനെ കൂട്ടും പിടിക്കുന്നു. ബട്ട് ശരിയായ രീതി ഐ തിങ്ക് he'll come, apparently she failed എന്നാണ്. ഈ അത്രേ എന്ന് പറയുന്നിടത്ത് apparently എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് നിങ്ങളും വരുത്തിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ്. വലിയ കാര്യമൊന്നുമില്ല, നിങ്ങളൊരു നോർമലായ മലയാളി തന്നെയാണ്. ഇതിനർത്ഥം നിങ്ങളുടെ ഇംഗ്ലീഷ് മോശമാണെന്നോ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ല എന്നൊന്നും അല്ല.
നമ്മളുടെ സംസാരത്തിലെ സെന്റൻസ് സ്ട്രക്ചറുകളും ഇമോഷൻസും ഋതവും ഒക്കെ മലയാളം എന്ന ഭാഷയുടെ ഇത്തരം ക്യാരക്ടറിസ്റ്റിക്സിനോട് ചേർത്താണ് നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഫീച്ചേഴ്സ് എല്ലാം കൂടെ നേരെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയ സ്ട്രക്ചറുള്ള ഭാഷയായ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്. നമ്മുടെ ബ്രെയിൻ വയർ ചെയ്തിരിക്കുന്നത് തന്നെ മലയാളത്തിലാണെന്ന് വിചാരിച്ചാൽ മതി. പ്രോപ്പറായി ഇംഗ്ലീഷ് സംസാരിക്കാൻ ശരിയായ ട്രെയിനിങ് കൊണ്ട് ആർക്കും സാധിക്കുന്നതാണ്. നിങ്ങൾ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന തനി മലയാളിയാണെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന കുറേ വീഡിയോസ് ഈ ചാനലിൽ വരുന്നുണ്ട്. അതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ്. പ്ലീസ് സബ്സ്ക്രൈബ്.